ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സ്റ്റോറീസ് പഠിച്ചു, അതുപോലെ തന്നെ പ്രോവേർബ്സും പഠിച്ചു, അതുപോലെ മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് തന്നെ സോൾവ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിച്ച് വോയേജറുടെ സ്റ്റോറി പഠിച്ചിട്ടുണ്ടായിരുന്നു. എ റിച്ച് വോയേജർ ഫ്രം ഏതൻസ് വാസ് ഓൺ എ വോയേജ് ടു കമ്പാനിയൻസ്. അദ്ദേഹത്തിന് 2 ഫ്രണ്ട്സിൻ്റെ കൂടെ സമുദ്ര സഞ്ചാരം നടത്തുകയായിരുന്നു. In the course of their voyage, a violent storm blew up and capsized the ship. യാത്രക്കിടെ ഒരു കൊടുങ്കാറ്റടിക്കുകയും അവരുടെ ഷിപ്പ് മറിയുകയും ചെയ്യാണ്. അങ്ങനെ the companions tried to swim ashore. കൂടെയുള്ളവരൊക്കെ എന്ത് ചെയ്യാണ്? അവർ തീരത്തേക്ക് നീന്തുവാൻ ശ്രമിച്ചു. But the rich voyager kept calling on Athena, the goddess of Athens, and promised her lavish offering if he escaped. നമ്മുടെ ധനികനായ സഞ്ചാരി എന്താണ് ചെയ്തത്? ഏതൻസിൻ്റെ ദേവതയായ അഥീന ദേവിയെ വിളിച്ചുകൊണ്ട് ഒരുപാട് നേർച്ചകൾ നേരുകയാണ് അല്ലേ. വൺ ഓഫ് ഹിസ് ഷിപ്പ് റെക്ഡ് കമ്പാനിയൻസ് ആസ് ഹി സ്വാം പാസ്റ്റ് ഷൗട്ടഡ് ടു ഹിം. അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ നീന്തുന്നതിനിടെ ഉറക്കെ വിളിച്ചു പറയാണ്. ആരോട്? ഈ റിച്ച് വോയേജറോട് പറയുകയാണ്, ഡോണ്ട് ലീവ് ഇറ്റ് ഓൾ ടു അഥീന. എല്ലാ കാര്യങ്ങളും അഥീന ദേവിക്ക് വിട്ടുകൊടുക്കാതെ യൂസ് യുവർ ആംസ് ആസ് വെൽ. നിങ്ങളുടെ കൈകളും ഒന്ന് ഉപയോഗിക്കൂ. അതായത് നിങ്ങൾ ദൈവത്തെ മാത്രം വിളിക്കാതെ നിങ്ങളൊന്ന് ആദ്യം നീന്താൻ ശ്രമിച്ചു നോക്കൂ എന്ന് വിളിച്ചു പറയാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ മെസ്സേജ് എന്താണ്? ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ട്രൈ ദെയർ ബെസ്റ്റ്. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയാൽ മാത്രമേ ദൈവത്തിന്റെ അടുത്തു നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കുള്ളൂ അല്ലേ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടീച്ചർ ഒരു സ്റ്റോറി വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീപ് യുവർ ഐസ് ഓപ്പൺ. ഇതിന്റെ സമ്മറി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്കിതിന്റെ ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ, there was a lion that grew so old. വയസ്സായിട്ടുള്ളൊരു സിംഹമുണ്ടായിരുന്നു. that he was unable to kill any prey for his food. തന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഇരകളെയും കൊല്ലുവാൻ സാധിക്കാതെ അത്രയ്ക്ക് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലയനായിരുന്നു. he said to himself, അദ്ദേഹം ഒറ്റയ്ക്ക് പറയുകയാണ്, I must do something or else I will die of starvation. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. kept thinking, അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. and at last an idea struck him. അവസാനം ഒരു ഐഡിയ ലഭിക്കുകയാണ്. He decided to lie down inside the cave. ആ ഗുഹക്കുള്ളിൽ കിടക്കുവാൻ തീരുമാനിക്കുകയാണ്. Pretending to be ill, രോഗം അഭിനയിച്ചുകൊണ്ട്. Those who came to inquire about his health would become his prey. ആരെങ്കിലും അസുഖം അന്വേഷിച്ചു വരികയാണെങ്കിൽ അവരായിരിക്കും അന്നത്തെ ഇര. He put his wicked plan into practice. അങ്ങനെ ആ കുതന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി. It started working. Many of his well-wishers got killed. അങ്ങനെ ഈ കുതന്ത്രം നടപ്പിലാക്കാൻ തുടങ്ങി. ലയന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുള്ള ഒരുപാട് നല്ല മൃഗങ്ങളൊക്കെ മരണപ്പെട്ടു. ബട്ട് എവിൾ ഈസ് ഷോർട്ട് ലിവ്ഡ്. പക്ഷേ ഈ ദുഷ്ടപ്രവർത്തികൾക്ക് ഒരുപാട് കാലം ഉണ്ടാവില്ലല്ലോ. വൺ ഡേ, ഒരു ദിവസം, എ ക്ലവർ ഫോക്സ് കേം ടു വിസിറ്റ് ദ ലയൺ. ബുദ്ധിമാനായ ഒരു കുറുക്കൻ ലയനെ സന്ദർശിക്കാൻ വരികയാണ്. ഹി സ്റ്റൂഡ് അറ്റ് ദ മൗത്ത് ഓഫ് ദ കേവ്. അവൻ ആ ഗുഹക്ക് മുന്നിൽ നിന്നു. അറൗണ്ട് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റി. അവൻ ചുറ്റുപാടൊന്ന് നിരീക്ഷിച്ചു. അങ്ങനെ യഥാർത്ഥ കാര്യം മനസ്സിലാവുകയാണ്. എന്തായിരുന്നു അത്? സോ ഹി കോൾഡ് ഔട്ട് ടു ദ ലയൺ ഫ്രം ഔട്ട്സൈഡ്. അവൻ ആ ഗുഹക്കരികിൽ നിന്നുകൊണ്ട് ഉള്ളിലുള്ള ലയണിനെ പുറത്തേക്ക് വിളിക്കുകയാണ്. ആൻസേർഡ്, എന്നിട്ട് ചോദിക്കുകയാണ്, ഹൗ ആർ യു സർ? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ദ ലയൺ റിപ്ലൈഡ്. ലയൺ മറുപടി പറഞ്ഞു, ഐ എം നോട്ട് ഫീലിംഗ് വെൽ. എനിക്കത്ര സുഖമില്ല. വൈ ഡോണ്ട് യു കം ഇൻസൈഡ്? നീ എന്താ ഉള്ളിലേക്ക് വരാത്തത്? ദെൻ ദ ഫോക്സ് റിപ്ലൈഡ്. ആ സമയത്ത് നമ്മുടെ ഫോക്സ് എന്താ പറയുന്നത്? ഐ വുഡ് ലവ് ടു കം ഇൻ. എനിക്ക് അകത്തേട്ട് വരാൻ താല്പര്യമുണ്ട്. ബട്ട് ഐ സീ ഓൾ ദ ഫുട് പ്രിന്റ്സ് ആസ് ഗോയിങ് ഇൻ ടു യുവർ കേവ് ബട്ട് നൺ ആസ് കമ്മിങ് ഔട്ട്. അതായത് എനിക്ക് നിങ്ങളുടെ ഗുഹക്കുള്ളിലുള്ള കാലടിപ്പാടുകൾ ഞാൻ കാണുന്നു, പക്ഷേ ഒരൊറ്റ കാലടിയും പുറത്തേക്ക് വരുന്നത് ഞാൻ കാണുന്നില്ല. ഐ വുഡ് ബി ഫൂളിഷ് ഇനഫ് ടു കം ഇൻ. ഞാൻ അത്രത്തോളം ഒരു വിഡ്ഢിയല്ല. അതായത് ഗുഹക്കകത്തേക്ക് പോകുന്ന മൃഗങ്ങളുടെ കാലടി കാണുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങുന്ന ഒരൊറ്റ മൃഗത്തിൻ്റെയും കാലടി കാണുന്നില്ല എന്ന് ബുദ്ധിമാനായ കുറുക്കൻ പറയുകയാണ്. സേയിങ് സോ ദ ഫോക്സ് വെന്റ് ടു അലേർട്ട് ദ അതർ അനിമൽ. ഇത് പറഞ്ഞുകൊണ്ട് ഈ കുറുക്കൻ മറ്റുള്ള അനിമൽസിനോട് ഈ മുന്നറിയിപ്പ് നൽകാൻ പോവുകയാണ്. ഈ സ്റ്റോറിയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ദുഷ്ടതയ്ക്ക് ഒരുപാട് കാലം നിലനിൽപ്പില്ല, ബുദ്ധിശക്തിക്ക് തന്നെയാണ് ഏറ്റവും ശക്തി. ഈ സ്റ്റോറി നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ബിഗിനിങ് ഇതിലുണ്ട് അല്ലേ. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ,
There was a lion that grew so old that he was unable to kill any prey for his food. അതിനുശേഷം ആ കഥ പുരോഗതിയിലേക്ക് വരുന്നു. എന്തൊക്കെയാണ്? ദ ലയൺ തോട്ട് ഓഫ് എ വിക്ഡ് പ്ലാൻ ആൻഡ് പുട്ട് ദാറ്റ് ഇൻ ടു പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ്. അതിനുശേഷം എന്താണ്? സംതിങ് ഹാപ്പൻസ്, എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? എ ക്ലവർ ഫോക്സ് വിസിറ്റഡ് ദ കേവ്. ഒരു ബുദ്ധിമാനായ കുറുക്കൻ ആ ഒരു ഗുഹ സന്ദർശിക്കുകയാണ് അല്ലേ. ലാസ്റ്റോ കൺക്ലൂഷൻ എന്താ വരുന്നത്? തിങ്സ് കം ടു ആൻ എൻഡ് എന്നുള്ളിടത്ത് ദ ഫോക്സ് അണ്ടർസ്റ്റുഡ് ദ ലയൺസ് വിക്ഡ് പ്ലാൻ. ഫോക്സിന് ലയൻ്റെ എല്ലാ കുതന്ത്രവും മനസ്സിലാവുകയാണ്. ഇവിടെ ഈ കോളം നോക്കിയാൽ ഈ ലെഫ്റ്റ് ഭാഗത്തിരിക്കുന്നതാണ് നമ്മുടെ മേജർ എലമെൻറ്റ്സ് ഓഫ് എ സ്റ്റോറി. ഒരു സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു ബിഗിനിങ് ഉണ്ടായിരിക്കും, പിന്നെ സ്റ്റോറിയുടെ ഒരു പുരോഗതി എങ്ങനെയാണെന്നുണ്ട്, ദെൻ സംതിങ് ഹാപ്പൻസ്, എന്തൊക്കെയാണ് സംഭവിക്കുക, അതിനുശേഷം തിങ്സ് കം ടു ആൻ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൺക്ലൂഷൻ പാർട്ടും. ഇങ്ങനെയാണ് ഒരു സ്റ്റോറി വരുന്നത്. ഇവിടെ എങ്ങനെയാണ് സ്റ്റോറിയുടെ ബിഗിനിങ് വരുന്നത്? വൺസ് അപ്പോൺ എ ടൈം എന്ന് വെച്ചിട്ടാണ്. എല്ലാ സ്റ്റോറീസിനും വ്യത്യസ്ത തരത്തിലുള്ള ബിഗിനിങ്സ് ഉണ്ടായിരിക്കും. ടീച്ചർ നമുക്ക് പലതരത്തിലുള്ള ബിഗിനിങ്സ് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ബിഗിനിങ്സ് ഓരോ സ്റ്റോറിക്കും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കീപ് യുവർ ഐസ് ഓപ്പൺ എന്നുള്ളതിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ബിഗിനിങ്സ് നോക്കാം. അപ്പോൾ ബിഗിനിങ്സ് എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായല്ലോ. ഇനി ഈ സ്റ്റോറിയിലെ എൻഡിങ്സ് എങ്ങനെയാണ്? വ്യത്യസ്ത തരത്തിലാണ് അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് ഈ ഒരു ആക്ടിവിറ്റി. ദ ഫോക്സ് ആൻഡ് ദ അതർ അനിമൽസ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഇതൊരു എൻഡിങ് ആണ്. അതുപോലെ ദ ലയൺ ഡിഡ് നോട്ട് എവർ പ്ലേ എനി മോർ ട്രിക്ക് ഓൺ അതേഴ്സ്. ഇത് രണ്ടും ഓരോ എൻഡിങ് ആണ്. ഇനി നമുക്ക് ഇതുപോലുള്ള കുറച്ച് എൻഡിങ്സ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എന്തൊക്കെ എൻഡിങ് വരുത്താം? ദ ഫോക്സ് ആൻഡ് ദ അതർ അനിമൽസ് ലെഫ്റ്റ് ദ പ്ലേസ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി. അവർ ആ പ്ലേസിൽ നിന്ന് പോവുകയും അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു എന്ന് പറയാം. അതുപോലെ ദ ലയൺ അൺനോട്ടീസ്ഡ് ബൈ ദി അതർ അനിമൽസ് ലെഫ്റ്റ് ദ ഫോറസ്റ്റ്. ലയനെ ആരും തന്നെ മൈൻഡ് ചെയ്യാതിരുന്നു അല്ലേ, അങ്ങനെയും നമുക്ക് പറയാം. അടുത്തതോ ദ ലയൺ ഗേവ് അപ്പ് ഹിസ് വിക്ഡ് പ്ലാൻ ആൻഡ് ദ അനിമൽസ് മെയ്ഡ് ഹിം കിങ് ഓഫ് ദ ഫോറസ്റ്റ്. നല്ലൊരു എൻഡിങ് ആയിട്ട് പറയുന്നത് ലയൺ തൻ്റെ ഈ കുതന്ത്രങ്ങളൊക്കെ അവസാനിപ്പിച്ച് നല്ലൊരു കിങ്ങായി മാറിയെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നല്ല എൻഡിങ്സ് എഴുതുക. അടുത്ത ടാസ്ക് നോക്കാം. ഓൾറെഡി നിങ്ങൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ സ്റ്റോറിക്ക് നല്ലൊരു ബിഗിനിങ് കൊടുക്കുക, സെക്കൻഡ് വൺ നല്ലൊരു എൻഡിങ് കൊടുക്കുക. അത് രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് ആണ് എ സ്റ്റോറി ഈസ് ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. ഒരു ജംബിൾഡ് ഓർഡറിൽ നമുക്കൊരു സ്റ്റോറി തന്നിട്ടുണ്ട്. റീറൈറ്റ് ദ സ്റ്റോറി ഇൻ ദ കറക്റ്റ് സീക്വൻസ്. നിങ്ങൾ ഈ സ്റ്റോറിയെ കറക്റ്റാക്കി എഴുതിയിട്ട് നല്ലൊരു സ്റ്റോറി ആക്കി മാറ്റുക. അപ്പോൾ നമുക്കത് ഓർഡർ ചെയ്ത് നോക്കാം. ഫസ്റ്റ്, വൺസ് ദർ ലിവ്ഡ് 3 pigs. അടുത്തതോ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിഗ്സ് വെർ ലേസി. രണ്ടുപേരും ആദ്യത്തെ രണ്ടാമത്തെ ആൾ വളരെ ലേസി ആയിരുന്നു, മടിയന്മാരായിരുന്നു. ആൻഡ് ദേ ബിൽറ്റ് ദെയർ ഹൗസസ് വെരി ക്വിക്ക്ലി വിത്ത് സ്ട്രോ. അവർ വൈക്കോല് കൊണ്ട് വേഗം തന്നെ അവരുടെ വീടുണ്ടാക്കി. അടുത്തതോ ദ തേർഡ് പിഗ് വർക്ക്ഡ് ഹാർഡ് ഓൾ ഡേ ആൻഡ് ബിൽറ്റ് ഹിസ് ഹൗസ് സ്ട്രോങ് വിത്ത് ബ്രിക്സ്. മൂന്നാമത്തെ പിഗ് എന്ത് ചെയ്തു? വളരെയധികം ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു വീടുണ്ടാക്കി, ബ്രിക്സ് കൊണ്ട് വീടുണ്ടാക്കി. എ ബിഗ് ബാഡ് വോൾഫ് സോ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിഗ്. ഒരു വോൾഫ് ഈ ഫസ്റ്റ് പിഗിൻ്റെയും സെക്കൻഡ് പിഗിൻ്റെയും വീട് കാണുകയാണ്. ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് എ മീൽ ഓഫ് ദം. ഇവർ രണ്ടുപേരെയും അന്നത്തെ ഭക്ഷണമാക്കാമെന്ന് വോൾഫ് വിചാരിക്കുകയാണ്. Even though the pigs tried to hide their house and the wolf blew it down in minutes. അങ്ങനെ ഈ 2 പിഗും അവരുടെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും എന്ത് ചെയ്തു? നമ്മുടെ വോൾഫ് അവരെ ഒറ്റയടിക്ക് തന്നെ പിടിക്കാൻ സാധിച്ചു. Now the 2 pigs were terrified. ആ 2 പിഗ്സും പേടിച്ചു പോവുകയാണ്. And they ran to the third pig's house. അവർ മൂന്നാമത്തെ പിഗിൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. The wolf tried to huff and puff the house down, but he could not, and he died in the attempt. അങ്ങനെ മൂന്നാമത്തെ വീടെത്തുമ്പോൾ നമ്മുടെ വോൾഫ് എന്ത് ചെയ്യാണ്? ആ ഇടിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ്. പക്ഷേ എന്താണ്, അത് കഴിയുന്നില്ല അവന്, കാരണം അത് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയല്ലേ. ആൻഡ് ഹി ഡൈഡ് ഇൻ ദ അറ്റംപ്റ്റ്. ആ ശ്രമത്തിൽ അവൻ മരിച്ചു പോവുകയാണ്. ദ 2 little pigs now felt sorry for being so lazy. ആ സമയത്ത് ആദ്യത്തെ 2 പിഗ്സിനും എന്താ തോന്നുന്നത്? അവർ മടിയന്മാരായതിൽ അവർക്ക് വിഷമം തോന്നുകയാണ്. They too built their houses with bricks and lived happily ever after. അവർ 2 പേരും ബ്രിക്സ് കൊണ്ട് വീടുണ്ടാക്കി എന്നേക്കുമായി സുഖമായി സന്തോഷത്തോടെ ജീവിച്ചു.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ ഇന്ന് എടുത്ത എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.